തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം. സഹോദരരെ, അവസാനമായി ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങളോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. ജീവിക്കേണ്ടതും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ടതും എങ്ങനെയെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്നും പഠിച്ചു. അതനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഇനിയും മുന്നേറുവിൻ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഏതെല്ലാം അനുശാസനങ്ങളാണ് നൽകിയതെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതിയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴയ്ക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യങ്ങൾ അവഗണിക്കുന്നവൻ മനുഷ്യനെ അല്ല, പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തെയാണ് അവഗണിക്കുന്നത്. നമ്മുടെ കർത്താവായ മിശിഹായെ സ്തുതി. നമുക്കൊരു നിമിഷം നീക്കാം. ഈ കർത്താവിന്റെ തിരുവചനം അനുഗ്രഹിക്കുവാൻ വേണ്ടി നമ്മളെ വിളിച്ചതാണ്. നമ്മൾ പരസ്പരം ഈ വചനം ഏറ്റു പറഞ്ഞുകൊണ്ടൊന്ന് പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് ഈ വചനം ഒന്ന് ഏറ്റു പറയാമോ? കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുകയാണ്: അനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി, അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് പരസ്പരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ഇത് നമ്മൾ നമ്മുടേതായിട്ടൊന്ന് പറഞ്ഞേ. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഒന്ന് തന്നെത്താൻ ഒന്ന് പറഞ്ഞേ. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി ചില തടസ്സങ്ങളൊക്കെ തിരുവചനത്തിലൂടെ തന്നെ നമുക്ക് കർത്താവ് പഠിപ്പിച്ചു തരുന്നുണ്ട്. നമുക്കിരിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്നാൽ പലപ്പോഴും നമുക്ക് അനുഗ്രഹം സ്വന്തമാക്കാനായിട്ട് കർത്താവ് തരുന്ന അവകാശമാണ് നമുക്ക് അനുഗ്രഹം പ്രാപിക്കുക എന്നുള്ളത്. അബ്രാഹാമിനെ കർത്താവ് വിളിച്ചപ്പോൾ അബ്രാഹാമിനോട് പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്ന ജനതയെല്ലാം ഞാനും അനുഗ്രഹിക്കും, നിങ്ങൾ പരസ്പരം അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുഗ്രഹം ആശംസിക്കുന്നവരാണ്. അത് ഹൃദയത്തിൽ നിന്നുള്ള അനുഗ്രഹം ആശംസ തന്നെയായിരിക്കണം. സങ്കീർത്തനം 127 ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. എന്നാൽ തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഹല്ലേലൂയ. എത്ര മനോഹരമായ വചനമാണ് നമ്മളിവിടെ കേൾക്കുക. ഈ ഹഗ്ഗായിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനം പറയുന്നുണ്ട്: നിങ്ങളുടെ സ്ഥിതിയെ പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളെ ഉദാഹരണം എടുത്താൽ തന്നെ നമുക്കറിയാം. സോഫ്റ്റ്വെയർ ഫീൽഡിലൊക്കെ ജോലി ചെയ്ത കുഞ്ഞുങ്ങള് അവരുടെ പഠിച്ചു, നല്ല കഴിവുണ്ടായി, നല്ല ജോലി കിട്ടി, നല്ല കൈ നിറയും ഒക്കെ ആവശ്യത്തിലധികം അവർക്ക് ശമ്പളമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേ അവരെ അഹങ്കരിക്കുകയോ ഒക്കെ ചെയ്ത് അവർക്കൊന്നും തികയാത്ത അവസ്ഥ. ഇപ്പൊ അതിനുശേഷം എന്ത് സംഭവിച്ചു? എത്ര കിട്ടിയാലും മതിയാകാത്ത ഒരവസ്ഥയിലേക്ക് പോയി. നമ്മളാണെങ്കിലും നമ്മുടെ പഴയ ജീവിതകാലമൊക്കെ ചിന്തിച്ച് നോക്കിയാൽ നമുക്കറിയാം, ഒരുപാട് അധ്വാനിക്കുന്നവരാണ്. രാവിലെയും വൈകിട്ടും ഒക്കെ വളരെ വൈകി കിടക്കാനൊക്കെ പോകുന്നു, വളരെ അധ്വാനിക്കുന്നു. എന്നാൽ നമ്മൾ തന്നെ പറയാറുണ്ട്, ഒരുപാട് അധ്വാനിച്ചു. ഈ ഹഗ്ഗായി പ്രവചനം ഒന്ന് ചിന്തിച്ചു നോക്കി. ഇപ്രകാരം പറയുക: നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ചു മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല. നിങ്ങൾ പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്തിലേക്ക് പിന്നെ നമുക്ക് നോക്കിയാലും ഇതൊക്കെ തന്നെ കാണാൻ സാധിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ഈ അവസ്ഥയിലും യാതൊരു മനപ്രയാസവും കൂടാതെ, ചാഞ്ചല്യം കൂടാതെ കണ്ട വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനോ ആർക്ക് സാധിക്കും? ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നത് ദൈവഭക്തി വലിയൊരു അനുഗ്രഹമാണെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു അനുഗ്രഹമാണ്. ദൈവഭക്തി ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ദൈവഭക്തി ഉള്ളവൻ, യഥാർത്ഥ ദൈവഭക്തി ഉള്ളവനെയാണ് ഇവിടെ സങ്കീർത്തകൻ പറയുന്നത് കർത്താവിന് പ്രിയപ്പെട്ടവൻ. ഹല്ലേലൂയ.
കർത്താവിന്റെ പ്രിയപ്പെട്ടവൻ ഉറങ്ങുമ്പം പോലും അവന്റെ കാര്യങ്ങൾ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക, അവന് ആവശ്യമായിട്ടുള്ളതെല്ലാം. എന്നാൽ ഞാൻ ഒരുപാട് കർത്താവിനെ കൂടാതെ അധ്വാനിച്ചാൽ ഒന്നും എനിക്ക് കിട്ടത്തില്ല, സമാധാനം ലഭിക്കത്തില്ല, തൃപ്തനാകത്തില്ല. പലപ്പോഴും തൃപ്തി ഇല്ലാത്ത ഒരു ജീവിതം, സമാധാനമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. അവിടെ തിരുവചനം പറയാ, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. എന്തെല്ലാം നമ്മൾ ചെയ്താലും കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് തിരുവചനം സത്യമായിട്ടും പറയുന്നത് ഇപ്രകാരം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ ദൈവം തരുന്ന ആ സംതൃപ്തി, ഈ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആ സമാധാനവും സ്നേഹവും ഒന്നും നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വെക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വരുവാണ്. ചിലപ്പോൾ ജീവിതത്തിൽ പരാജയമൊക്കെ സംഭവിച്ചു വന്നാൽ, എന്നാൽ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ വചനം പ്രകാരം പറയുകയാണ്, കർത്താവ് വീട് പണിയണം. വീടെന്ന് പറയുമ്പോഴേ നമുക്കറിയാം, നമ്മുടെ കുടുംബം തന്നെ നമുക്ക് എടുക്കാം, നമ്മുടെ കുടുംബജീവിതം എടുക്കാം, നമ്മുടെ മക്കളെ വളർത്തുന്നത്, അവരുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ ക്രിസ്തീയ ജീവിതം. നമ്മൾ ഇത് മാത്രം എടുത്താൽ പോരാ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എവിടെ നിൽക്കുന്നു, ക്രിസ്തുവിലുള്ള എൻ്റെ ജീവിതം എവിടെ നിൽക്കുന്നു, ഞാൻ തൃപ്തനാണോ, ഞാൻ ആത്മാവിൽ നിറഞ്ഞവനാണോ? തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കണം, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നീ എല്ലാ കാര്യത്തിലും അഭിവൃദ്ധിയുള്ളവരും ഐശ്വര്യമുള്ളവരും ആയിരിക്കട്ടെ എന്ന് യോഹന്നാൻ ശ്ലീഹ തന്റെ 3-ാം ലേഖനം 2-ാം വചനത്തിൽ ഞങ്ങളോട് പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഏറ്റു പറഞ്ഞ ആ വചനം, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നീ എല്ലാ കാര്യത്തിലും ഐശ്വര്യം ഉള്ളവരും അഭിവൃദ്ധിയുള്ളവരും ആരോഗ്യവാനുമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അവിടെ എന്താണ് നമ്മുടെ ക്ഷേമസ്ഥിതിക്ക് വേണ്ടി ആദ്യം ചെയ്യേണ്ടത്? ആത്മാവിന്റെ ക്ഷേമസ്ഥിതി. ഹല്ലേലൂയ. നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവയെല്ലാം നൽകപ്പെടും. തിരുവചനം പറയണ്ട. എന്താണ് ദൈവത്തിന്റെ രാജ്യവും നീതിയും? ഇവിടെ വചനം പറയുന്നുണ്ട്, ഭക്ഷണവും പാനീയവും അല്ല, പിന്നെയോ നീതിയും സമാധാനവും. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് ദൈവരാജ്യാനുഭവം. ഹല്ലേലൂയ. അതുണ്ടാകണം. നമുക്കത് ഉണ്ടാകാത്തതിനുള്ള കാലം നമ്മളെ തൃപ്തനാകത്തില്ല. ഇവിടെ ഹഗ്ഗായി പ്രവാചകൻ പറയുന്ന പോലെ ഒരുപാട് കഷ്ടപ്പെട്ടു, വിതച്ചു, കൊയ്തു, കിട്ടി. എന്നാൽ ഈ എല്ലാം കിട്ടിയത് ഓട്ടസഞ്ചി കിട്ടുന്നത് പോലെ മാത്രം, ഒന്നും നമുക്ക് തൃപ്തമാകുന്നില്ല. നമ്മളെ കർത്താവിനെ മാറ്റി നിർത്തി. ഇത് തിരുവചനങ്ങളെ കൃത്യമായിട്ട് പറയാം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അതിരാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. ഇത് മനുഷ്യൻ ആത്മശോധന ചെയ്യാൻ വേണ്ടി കൃത്യമായിട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ മകൻ ഇപ്പോൾ സിംഗപ്പൂരിൽ പോയിട്ട് 6 മാസമായി. അവന് ജോലി ലഭിച്ചിട്ടില്ല. അപ്പം ഒരു സത്യം മനസ്സിലായി, അവൻ അബുദാബിയിലായിരുന്നപ്പോൾ അവന് 400 കിലോമീറ്റർ ദൂരെ പോകണമായിരുന്നു ദേവാലയത്തിൽ പോകുവാൻ. അപ്പൊ അത് പറഞ്ഞാൽ മനസ്സിലാക്കാമായിരുന്നു, ദൂരം കൂടുതലുണ്ട്, വെള്ളിയാഴ്ച ഒരു ദിവസത്തെ അവധിയേ ഉള്ളൂ, പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല. അവിടെ നിന്ന് പള്ളിയിൽ പോകാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത്രയും ദൂരം കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഇവിടെ അൾത്താര ബാലനായിട്ടൊക്കെ ജീവിച്ച പയ്യാണ്. എന്നാൽ ദൂരത്തേക്ക് പോയി കാര്യം ശരിയായിരിക്കും, സമയം കിട്ടുന്നില്ല. എന്നാൽ വിവാഹമൊക്കെ കഴിഞ്ഞ് സിംഗപ്പൂരിലേക്ക് പോയി. അവിടെ ചെന്നാൽ പെട്ടെന്ന് ജോലി കിട്ടേണ്ടതാണ്. എന്നാൽ ഇത്രയും നാളായിട്ട് ജോലി കിട്ടില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ വേള ഈ സംഭവിച്ച എൻ്റെ സ്വന്തം പുത്രന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്ന കർത്താവിനെ അറിയാനായിട്ട് കർത്താവ് ഇടയാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവനെന്ത് സംഭവിച്ചു? 1.5 കിലോമീറ്റർ ദൂരത്തിലെ ദൈവാലയമുണ്ട്, കത്തോലിക്ക ദേവാലയം. അവിടെ എല്ലാ ദിവസവും ബലിയർപ്പിക്കപ്പെടുന്നുണ്ട്. ഇവൻ അത് കണ്ടുപിടിച്ചു. എന്തുകൊണ്ട് കണ്ടുപിടിച്ചു? എന്തുകൊണ്ടാണ് കണ്ടുപിടിച്ചത്? അവനൊരു ജോലി ലഭിച്ചിട്ടില്ല, അല്ലേ? അപ്പം അവന് ആ ജോലി ലഭിക്കാത്ത അവസ്ഥയിൽ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് അവിടുന്ന് അതേസമയം ചെന്നൈയുടെ ഒരു ജോലി ലഭിച്ചായിരുന്നു, നല്ല ശമ്പളത്തിലുള്ള ഒരു ജോലി ലഭിക്കുമായിരുന്നെങ്കിലോ ഈ പള്ളി കണ്ടുപിടിക്കത്തില്ല, ദേവാലയം അന്വേഷിക്കത്തില്ല. ഇപ്പോൾ എനിക്ക് ഹൃദയത്തിൽ സന്തോഷിക്കുകയാണ്. എന്നോട് ഇവിടുത്തെ നമ്മുടെ ഈ പച്ചനച്ചൻ പറഞ്ഞു തന്നത് ഇത്ര മാത്രമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിനെ ലഭിക്കണമേ, പരിശുദ്ധാത്മാവിനെ കൊടുക്കണമേ. മകൻ മീൻ ചോദിച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും അവനെ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ദുഷ്ടരായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് എന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ കൊടുക്കാത്തതിനോളം കാലം, ലഭിക്കാത്തതിനോളം കാലം അവന് ഞാൻ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയും, പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ട് കിട്ടിയാൽ മതി. അവൻ ഈ അവസ്ഥയിൽ അവിടെ ശരിക്കും ഒന്ന് മനസ്സിലാക്കി വരികയാണ്. എന്തുകൊണ്ടാണ്? തിരുവചനം വായിക്കാൻ മതി. ഇന്നലെ നമ്മൾ കേട്ട വചനം തന്നെ, വെളിപാട് പുസ്തകത്തിലെ വചനം തന്നെ. കർത്താവിന്റെ വചനം നമ്മൾ ധ്യാനിക്കുകയും
കേൾക്കുകയും വായിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതർ. അപ്പൊ ഇതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. വചനം മാംസമായ വചനം, പരിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്ന വചനം മാംസമായ ഈശോ, ഇതെല്ലാം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുണ്ട്. നമ്മൾ കുർബാനയിൽ പാടാറല്ലേ, ഭൂമിയിൽ എവിടെ ആയാലും സമാധാനവും പ്രത്യാശയും, അല്ലേ? നമ്മൾ പാടാറല്ലേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഭൂമിയിൽ നമ്മൾ എവിടെയാണെങ്കിലും അവർക്ക് സമാധാനവും പ്രത്യാശയും നേരുന്ന കർത്താവാണുള്ളത്. ലോകം മുഴുവൻ കർത്താവിൻ്റെതാണ്, ഭൂമി മുഴുവൻ കർത്താവിൻ്റെതാണ്. എല്ലായിടത്തും അവിടുത്തെ തിരുസാന്നിധ്യമുണ്ട്. ഈ തിരുസാന്നിധ്യം ഇന്ന് അനുഭവിക്കുവാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇവിടെ നോക്കുക, തന്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുമോ? അവർ പ്രിയപ്പെട്ടവരായിട്ട് നമ്മൾ ആദ്യം മാറണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവ് ആദ്യം നമ്മൾ വായിച്ചു കേട്ട തിരുവചന ഭാഗത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 3-ാം വചനമൊക്കെ നമ്മൾ വായിച്ചു കേട്ടത്. ബൈബിൾ എടുത്തിട്ടുണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അത് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാനും ആഗ്രഹിച്ചത് എൻ്റെ മകന് വിശുദ്ധീകരിക്കപ്പെടണം. അതിനു മുമ്പായിട്ട് എത്ര കിട്ടിയാലും ഇന്ന് കുടുംബങ്ങൾ തകർന്നു പോകുന്ന നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവാണ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടൊപ്പം സമാധാനം കിട്ടും, ബാക്കി ആവശ്യത്തിനുള്ളതെല്ലാം ലഭിക്കും. നമുക്ക് ദ്രവ്യാഗ്രഹം ഇല്ല, ദ്രവ്യാഗ്രഹം പാടില്ല എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ വിഗ്രഹാരാധന തന്നെയാ ദ്രവ്യാഗ്രഹത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം എന്ന് കർത്താവ് വചനത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു അനുഗ്രഹമാണെന്ന് കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ സമ്പാദിച്ചു, എതിരെ പോയി. മക്കൾ ദുരുപയോഗം ചെയ്യുന്ന കാണാൻ സാധിക്കും നമുക്ക്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഉദാഹരണങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല, ഒരു ദേശത്തെ ഉദാഹരണങ്ങളൊന്നും എടുത്ത് പറയുന്നില്ല. ഇന്നത്തെ ആ സാമ്പത്തിക മാന്ദ്യമൊക്കെ അല്ലേ, നേരത്തെയും ഇതുപോലെ ഒന്ന് വന്നു കഴിഞ്ഞതാ. വീണ്ടും മനുഷ്യൻ പാഠം പഠിക്കാതെ കൊണ്ട് വന്നപ്പോൾ ദൈവത്തിനറിയാം നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മളെ മിതവാദിയാക്കി നമ്മളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം ചെയ്യുക. തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പം ഇവിടെ എസെക്കിയേൽ പ്രവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഈ വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുമ്പോൾ എസെക്കിയേൽ പ്രവചനം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഇസ്രായേലിന് നവജീവൻ കൊടുക്കുന്ന കർത്താവ് 36-ാം അധ്യായത്തിൽ പ്രകാരം പറയുകയാണ്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ മലകളോട് പ്രവചിക്കുക, ഇസ്രായേൽ മലകളെ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആഹാ, പുരാതന ശൃംഗങ്ങൾ നമ്മുടെ അവകാശമായി തീർന്നിരിക്കുന്നുവെന്ന് നിങ്ങളെപ്പറ്റി ശത്രുക്കൾ പറഞ്ഞു. അതുകൊണ്ട് നീ പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ അവർ വിജനമാക്കി എല്ലാ വശത്തു നിന്ന് ഞെരുക്കി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവർത്തികളാലും എന്നെ അശുദ്ധനാക്കി. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം 16-ാം വചനം എടുക്കാലും ബൈബിൾ എടുത്തുകൊള്ളുക. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവർത്തികളാലും അതിനെ അശുദ്ധമാക്കി. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈ ബാബിലോണിയൻ അടിമത്ത കാലത്തെ ഇസ്രായേൽ ജനത്തെ കുറിച്ചായി പറയുക. ആദ്യം നമ്മൾ അടിമത്തം കാണുന്നുണ്ട് ഈ പുറപ്പാട് പുസ്തകത്തിൽ. ഉൽപ്പത്തിയുടെ കഴിഞ്ഞ് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ജനത്തെ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, ലോകത്തിന് മാതൃകയായി നിൽക്കേണ്ടിയ ഇസ്രായേൽ ജനം, തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനം, അവൻ പാപം ചെയ്ത് തിന്മയും ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോൾ അവൻ ചിതറിക്കപ്പെട്ടു, അവൻ പോയി. ഇവിടെ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ചിലര് ചോദിക്കുന്നത്, നിങ്ങളെ ദൈവം കരുണയില്ലാത്തവനാണ്, എന്തുകൊണ്ട് അവരങ്ങനെ പറയുന്നു? ഇതിനകത്തെ ചില വചനങ്ങൾ അവർ മനസ്സിലാക്കിയത് ഈ പ്രകാരമാണ്. നമ്മളെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം, ആദം പാപം ചെയ്തു, ആദവും ഹവ്വായും പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവരെ ദൈവത്തിൽ നിന്നും മറഞ്ഞു നിന്നു, അല്ലേ? വെയിലറിയപ്പോൾ കർത്താവ് എന്നത്തെ പോലെ കാണുവാൻ വന്നപ്പോൾ അവരെ ആദത്തിനെ വിളിച്ചു, ആദം നീ എവിടെ? അവൻ ഒളിച്ചിരുന്നു, മരത്തിന് മുമ്പിൽ ഒളിച്ചിരുന്നു, പിന്നിൽ ഒളിച്ചിരുന്നു. കാരണം അവൻ ആ ദൈവത്തിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്തത്. ഏശയ്യാ പ്രവചനത്തിലൂടെ 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ, അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. ആരാണ് അകന്നുപോയത്? ദൈവം അവരെ ചിത്രിക്കുകയാണോ ചെയ്തത്? അല്ല, ദൈവം അവരെ എങ്ങും വിട്ടില്ല. പക്ഷെ ഇവർ ചിത്രിക്കപ്പെട്ടു പോയി. ഇവര് തിരുവചനം കൃത്യമായിട്ട് പറയുക, അവർ ഈ ചെയ്ത തിന്മകളാലെ അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്നും തീർത്തും അകന്നുപോയി.